വള്ളുവനാടിന്റെ പൂരപ്പെരുമയായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായി ചൊവ്വാഴ്ച കൂത്തുമാടത്തിൽ തിരിതെളിയും. കഴിഞ്ഞ 50 വർഷത്തിലധികമായി ചിനക്കത്തൂർ കാവിൽ തോൽപ്പാവക്കൂത്തിന്റെ ഇതിഹാസ കഥകൾ ചൊല്ലുന്ന തോൽപ്പാവക്കൂത്താചാര്യൻ സദാനന്ദ പുലവരുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച മുതൽ പാവക്കൂത്തിന് തുടക്കമാകും. മാർച്ച് 2-നാണ് ചരിത്രപ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരം. 1992 മുതൽ ചിനക്കത്തൂരിലെ മാടപ്പുലവർ സ്ഥാനം അലങ്കരിക്കുന്ന 70-കാരനായ സദാനന്ദ പുലവർ പാരമ്പര്യത്തിന്റെ തനിമ ചോരാതെ ഇത്തവണയും 80ഓളം തോൽപ്പാവകളെ അരങ്ങിലെത്തിക്കും. കമ്പരാമായണത്തിലെ സേതുബന്ധനം മുതൽ ശ്രീരാമ പട്ടാഭിഷേകം വരെയുള്ള ഭാഗങ്ങളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഉത്സവ കൊടിയേറ്റം വരെയുള്ള 17 ദിനരാത്രങ്ങളിൽ ചിനക്കത്തൂർക്കാവ് ഉറങ്ങാത്ത കൂത്തുമാടങ്ങളുടെ നഗരമാകും. ദേവസ്വം കൂത്തോടെയാണ് ചൊവ്വാഴ്ച ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നത്. തുടർന്നുള്ള 7 ദിവസങ്ങളിൽ 7 ദേശക്കമ്മിറ്റികളുടെ വകയായും പിന്നീട് ഭക്തരുടെ വഴിപാട് കൂത്തുകളായും ചടങ്ങുകൾ നടക്കും. രാത്രി 10 മണിക്ക് ആരംഭിക്കുന്ന കൂത്ത് പുലർച്ചെ 4 മണി വരെ നീളും. മാൻതോലിലും കാളത്തോലിലും തീർത്ത ഈ പാവകൾക്കൊപ്പം ചെണ്ട, കുറുങ്കുഴൽ, ഇഴുപറ, ഇലത്താളം, മദ്ദളം തുടങ്ങിയ വാദ്യമേളങ്ങളും അകമ്പടിയാകും. 300 വർഷത്തിലേറെ പഴക്കമുള്ള പാവകൾ വരെ സദാനന്ദ പുലവരുടെ ശേഖരത്തിലുണ്ട്. സദാനന്ദ പുലവരുടെ ശിഷ്യരായ അനിൽ, അർജുൻ എന്നിവരുടെ അരങ്ങേറ്റവും ഇത്തവണത്തെ കൂത്തിന്റെ സവിശേഷതയാണ്. ചിനക്കത്തൂർക്കാവിൽ നിന്ന് ആരംഭിച്ച് പെരിങ്ങോട്ടുകുറിശി, മുണ്ടൂർ, പുത്തൂർ തുടങ്ങി വിവിധ സ്ഥലങ്ങളിലെ 13ഓളം കാവുകളിൽ കൂത്ത് അവതരിപ്പിച്ച ശേഷം കണ്ണമ്പ്ര ശ്രീ കുറുമ്പക്കാവിലാണ് സദാനന്ദ പുലവരുടെ ഈ സീസണിലെ പാവക്കൂത്ത് സമാപിക്കുന്നത്. പാലപ്പുറം ചിനക്കത്തൂർക്കാവില് ഈ വരുന്ന ഫെബ്രുവരി 3-ാം തീയതി കൂത്തു തുടങ്ങുകയാണ്. ഇത് പാലപ്പുറം ചിനക്കത്തൂർക്കാവിലെ 53ാമത്തെ വർഷമാണ് ഞാൻ തോൽപ്പാവക്കൂത്തുമായിട്ട് പാലപ്പുറം ചിനക്കത്തൂർക്കാവിലേക്ക് കയറുന്നത്. കഴിഞ്ഞ വർഷങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് ഈ വർഷവും കൂത്ത് നടത്താനുള്ള സംവിധാനം ഞങ്ങൾ 6 മാസം മുമ്പ് തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. പുതിയ കുട്ടികളെ പഠിപ്പിക്കുക, അത് കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട്, അതായത് കഴിഞ്ഞ കൂട്ടുകാലം കഴിഞ്ഞ ശേഷം കഴിഞ്ഞ 1 വർഷമായിട്ട് ഈ കുട്ടികളെ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുന്നത്, അവരെ റിഹേഴ്സലും ഒരിക്കലും മുടക്കാതെ തുടർച്ചയായിട്ട് നടന്നു വരുന്നുണ്ട്. എല്ലാവരുടെ സഹകരണവും ചിനക്കത്തൂരിൽ എല്ലാവരും എത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, പ്രാർത്ഥിക്കുക. കൂത്തുമാടത്തിലെ 17 ദിവസത്തെ നിഴലാട്ടങ്ങൾ പൂർത്തിയാകുന്നതോടെ പൂരലഹരിയിലേക്ക് വള്ളുവനാട് വഴിമാറും. ഫെബ്രുവരി 28-ന് താലപ്പൊലിയും മാർച്ച് 1-ന് കുമ്മാട്ടിയും നടക്കും. മാർച്ച് 2-നാണ് നാട് കാത്തിരിക്കുന്ന പ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരം അരങ്ങേറുന്നത്. അമ്പലപ്പാറ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ അറ്റ് കടമ്പൂർ now serves with high standard facilities, experienced doctors in physiotherapy and staying facility available for better outcome.